നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതിയുടേത് കുറിക്കുകൊള്ളുന്ന പരാമർശങ്ങളാണ്. ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുമ്പോൾ 2019 ദേവസ്വം ബോർഡും PS പ്രശാന്തിന് കീഴിലുള്ള ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ഈ വർഷം സ്വർണം പൂശാൻ മുൻകൈയെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് എന്ന് ഉത്തരവിൽ പരാമർശമുണ്ട്. ദ്വാരപാലക ശില്പത്തിനും താങ്ങുപീഠത്തിനും സ്വർണം പൂശാൻ സ്പോൺസർക്ക് കൈമാറിയത് പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്ന് എന്നാണ് ഇടക്കാല ഉത്തരവിലെ പരാമർശം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക വൈദഗ്ധ്യമില്ല എന്ന നിലപാട് ദേവസ്വം കമ്മീഷണർ തിരുത്തിയെന്നും ഉത്തരവിലുണ്ട്. 2019 ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നു. സന്നിധാനത്തിലെ പൊന്നിൽ കൈവച്ചവർക്കെല്ലാം പൊള്ളും എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുകയാണ്. എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIഎമ്മിൽ നിന്ന് ശ്രീ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ അജയ് തറയിൽ, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, വലത് നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം എൻകൗണ്ടറിൽ ഉള്ളത്. ശ്രീ PK ഗോപൻ, ഇതുവരെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലായാലും അതിനോടുള്ള സർക്കാരിൻ്റെ പ്രതികരണങ്ങൾ പരിശോധിച്ചാലും ഒക്കെ അന്നത്തെ ബോർഡ് അംഗങ്ങളും അന്നത്തെ ഉദ്യോഗസ്ഥരും ഇവരൊക്കെ കുറ്റക്കാരാണെങ്കിൽ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ, അവർക്കെതിരെ നടപടിയെടുക്കും, ഏതാണ്ട് ഇപ്പോൾ ചില പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ നടപടികൾ വന്നു, എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഈ ദേവസ്വം ബോർഡിനും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ചില തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. അതായത് 2019 ബോർഡിലെയും ജീവനക്കാരെയും മാത്രം പറഞ്ഞാൽ പോരാ, 2025 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഇടക്കാല ഉത്തരവ് ഒരുപക്ഷെ താങ്കൾ കണ്ടു കാണും. The record reveals that though the Devaswam Commissioner initially opined by letter dated 37/2025 that Smart Creations Chennai lacked the requisite technical expertise and that the work should be executed only through traditional methods എന്ന് ആദ്യം ദേവസ്വം കമ്മീഷണർ പറഞ്ഞത് പിന്നീട് അദ്ദേഹം മാറ്റുന്നു. He reversed his stance within 7 days on 8/8/2025. Subsequently, by letter dated 21/8/2025, the Thiruvabaranam Commissioner referred to directions from the president of the Devaswam Board, Prashant, to expedite the gold plating work as proposed by the sponsor. Thereafter, the board by decision formally handed over the Dwarapalagas and Tangupidams to the sponsor. എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല 2019 തട്ടിപ്പ് ബോധ്യമായിട്ടും അത് ബോധപൂർവം ഈ സ്പോൺസർക്ക് തന്നെ നൽകിയതിലെ വീഴ്ചയും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് ഈ കാര്യങ്ങളിലുള്ള താങ്കളുടെ പ്രതികരണം അറിയാനാണ്. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിലെ തുടക്കത്തിലെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ക്രിസ്റ്റൽ ക്ലിയറാണ്. അത് ആരൊക്കെ പ്രതികളാവും, എവിടെയൊക്കെ ഇത് ചെന്ന് തറയ്ക്കും, എങ്ങനെ പോയാലും ശരി, ഗവൺമെൻറ്റും ഇടതുപക്ഷവും എടുത്തിട്ടുള്ളൊരു നിലപാട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിലും ശബരിമലയിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയിലും ഒരു വ്യക്തത ഉണ്ടാകണം. അതിൽ ഏതെങ്കിലും കാരണവശാൽ കുറ്റവാളികളായിട്ടുള്ള ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. അത് പാർട്ടി, രാഷ്ട്രീയം, ഉദ്യോഗസ്ഥർ, മാഫിയ അല്ലെങ്കിൽ കൊള്ളക്കാർ, ഏത് കാറ്റഗറിയിൽ വരുന്നവരായാലും അവർ രക്ഷപ്പെടാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം ഉയർത്തിയപ്പോൾ അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത് സബ് ജുഡീസാകും, കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. മാത്രമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോൾ പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അതിലൊരു അഭിപ്രായം പറഞ്ഞാൽ അത് തെറ്റായ വ്യാഖ്യാനത്തിനിടയാക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഏത് വിധത്തിലും ശരിയായ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിൽ ആരൊക്കെയാണ് കൈവിലം കണിഞ്ഞ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അതിൽ വിട്ടുവീഴ്ചയില്ല. ഈ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. തുടക്കം മുതൽ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണത്. ആരുടെ മേൽ വിരൽ ചൂണ്ടിയാലും, ഇൻവെസ്റ്റിഗേഷൻ ടീം വിരൽ ചൂണ്ടിയാലും, കോടതി ആരുടെ മേൽ തീഷ്ണതയോടുകൂടി നോട്ടം അയച്ചാലും അതിനെല്ലാം പരിഗണിക്കും. അതിൽ വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടിയും ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ വന്നിട്ടുള്ള കാര്യങ്ങളിൽ
കോടതിയുടെ മുമ്പിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില നിരീക്ഷണങ്ങളാണ് വന്നിട്ടുള്ളത്. ആ നിരീക്ഷണങ്ങളിൽ വ്യക്തത ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അതുകൊണ്ട് അതിനകത്ത് ഒരാശങ്കയും വേണ്ട. കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉറപ്പാണ്. ഇത് ഒരു തരി സ്വർണം പോലും ശബരിമലയിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനുവാദമില്ലാതെ അധികൃതമായി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ക്ലിയറാണ്. ഇന്ന് മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ ചർച്ചകളിൽ നിങ്ങളുടെ ചാനലുകൾ ഉൾപ്പെടെ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ്, ശബരിമലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും മറ്റും എടുത്തിട്ടുള്ള ഒരു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടും നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുക, നേരത്തെ നടന്നത് മാത്രമല്ല ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനും കരുതലാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ശബരിമലയുടെ പേരിൽ നാട്ടിൽ വർഗീയത ഇളക്കി, നാട്ടിൽ കലാപം ഉണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ദയവായി, നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും വർഗീയമായും രാഷ്ട്രീയ മുതലെടുപ്പിന് ശബരിമലയെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല വിഗ്രഹങ്ങളും കേരളത്തിൽ ഉടഞ്ഞു വീണു. കേരളത്തിൽ പലരും രാഷ്ട്രീയത്തിന് അതീതമായി ചില നിലപാടുകളൊക്കെ ഉള്ളവർ എന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചില പൊതുജനത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരുന്ന ചിലരൊക്കെ പറഞ്ഞ വാചകങ്ങൾ കേരളത്തെ അത്യന്തം അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് മുതലെടുപ്പല്ല. ശബരിമല പ്രശ്നം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചൊരു വലിയ മുതലെടുപ്പിന് പരിശ്രമിച്ചതാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി നേർച്ചക്കാരനായി, ശാന്തിക്കാരനായി, ശബരിമലയുടെ അകത്തളങ്ങളിലേക്ക് കയറി ചെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കവർച്ചക്കാരനായി അഴികൾക്കുള്ളിലേക്ക് കയറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായകരമായി 10ഓളം ഉദ്യോഗസ്ഥന്മാരുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തികളിൽ ജാഗ്രത കാണിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുകയോ, അല്ലെങ്കിൽ കണ്ണടയ്ക്കുകയോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സഹായം ചെയ്തു കൊടുക്കുകയോ, അങ്ങനെ എന്തെങ്കിലും ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് അവിടെ ഇടതുപക്ഷ ദേവസ്വം ബോർഡ് മെമ്പർമാർ മാത്രമല്ല, തുടർച്ചയായിട്ടിരുന്നവരെല്ലാം ഉണ്ട്. ഹൈക്കോടതി ഇന്ന് മറ്റൊരു നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട്, 2019 മുതലുള്ളത്. നമ്മളൊക്കെ തുടർച്ചയായിട്ട് പറയുന്നത്, ശ്രീ ഗോപികൃഷ്ണൻ അറിയാം, 2019 മാത്രമല്ല 999 മുതലുള്ള എൻക്വയറി അവിടെ ആവശ്യമായിട്ട് വരും. അപ്പോഴേ ഈ സ്വർണത്തിന്റെ യഥാർത്ഥ വസ്തുത നമുക്ക് പുറത്തു വരികയുള്ളൂ. അത്തരം ഒരു അന്വേഷണം കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുണകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇനി ആർക്കാ പറയാൻ പറ്റുക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതെങ്കിലും തരത്തിൽ ഒത്തുകളിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർദ്ദേശത്തിന് വിധേയമായിട്ടാ പ്രവർത്തിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഷാർപ്പ് അറ്റാക്ക. മാത്രമല്ല, കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ അന്വേഷണത്തിൽ ഒരു ഇടർച്ചയുണ്ടായാൽ അത് പോലീസിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഹൈക്കോടതിയെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി അത്രമാത്രം ജാഗ്രതയാണ്. അതുകൊണ്ട് തന്നെയാണ് പി കെ ഗോപൻ, അത് ഈ ഇടക്കാല ഉത്തരവിന്റെ തുടക്കത്തിൽ തന്നെ കോടതി പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്തുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം വേണ്ടത് എന്നത്. The objective was to lend credibility and transparency to the process undertaken by the special investigation team comprising officers of unimpeachable integrity handpicked by the court. കോടതി കണ്ടെത്തിയ ഏറ്റവും ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് തന്നെ ഈ അന്വേഷണം നടത്തുന്ന മറ്റ് പൊതുജനങ്ങൾക്ക് മുന്നിൽ അത് സുതാര്യമാണെന്നും അത് വിശ്വാസയോഗ്യമാണെന്നും കാണിക്കാൻ വേണ്ടിയാണ്. അതെല്ലാം താങ്കൾ പറഞ്ഞത് ശരി. പക്ഷെ ഒറ്റ കാര്യം ശ്രീ പി കെ ഗോപൻ, എൻ്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്, പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ പ്രശാന്ത് പറഞ്ഞിരുന്നത്, അക്കാലത്ത് ഞാനല്ലല്ലോ, അന്ന് ഞാൻ എടുത്ത തീരുമാനമല്ലല്ലോ, അന്ന് എടുത്ത ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ, അന്ന് നടപ്പാക്കിയ ഉദ്യോഗസ്ഥർ, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടും എന്നായിരുന്നു. പക്ഷേ ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഈ ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ കോടതി ബലപ്പെട്ട സംശയം പ്രകടിപ്പിക്കുന്നു. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ വീണ്ടും ദ്വാരപാലക ശില്പങ്ങൾ ഏൽപ്പിക്കാനുള്ള കാരണം 2019 തട്ടിപ്പ് മറച്ചു പിടിക്കാനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേവസ്വം കമ്മീഷണർ സ്മാർട്ട് ക്രിയേഷൻസിന് ഇത് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് ഇല്ല എന്ന് ആദ്യം പറയുകയും പിന്നീട് തിരുത്തുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ തീരുമാനപ്രകാരം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ പ്രശാന്ത് പറഞ്ഞതുപോലെ 2019 മാത്രമല്ല 2025 ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇല്ലേ? അദ്ദേഹത്തിന് എങ്ങനെ ഈ സ്ഥാനത്ത് തുടരാൻ കഴിയും? അതാണ് ശ്രീ പി കെ ഗോപന്റെ ചോദ്യം. ഞാൻ ആ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, താങ്കൾക്ക് അതിൻ്റെ ഒരു മറുപടി ഉണ്ടെങ്കിൽ. അല്ല ശ്രീ ഗോപികൃഷ്ണൻ, അത് താങ്കളുടെ ചോദ്യം ക്ലിയറാണ്, വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്, അതിൽ സംശയമൊന്നുമില്ല, അതിൽ വളഞ്ഞ വഴിയൊന്നുമില്ല. പക്ഷേ
ബഹുമാനപ്പെട്ട കോടതി ഇതിൽ സംശയത്തിൻ്റെ നിഴൽ വീശുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അദ്ദേഹവുമായിട്ട് അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയാലേ മനസ്സിലാവുകയുള്ളൂ. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണ്? ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന വിഷയമൊന്നും വലുതായിട്ടുണ്ടായിട്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തമ്മിൽ. ഉത്തരവിനെ സംബന്ധിക്കുന്ന 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നത്. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല അത് കൊടുത്തുവിടുന്നത്. അയാൾ ആവശ്യപ്പെട്ടപ്പോൾ അത് തയ്യാറായിട്ടുമില്ല. സ്മാർട്ട് ക്രിയേഷൻസ് ആണ്, അവരാണ് ഇതിന്റെ ഗ്യാരണ്ടിയുടെ പ്രശ്നം കൊണ്ടുവന്നത്. അതൊക്കെയാണ് ഇതിന്റെ വിഷയങ്ങൾ. എന്നാൽ അതിൽ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചപ്പോൾ നേരത്തെ ഉത്തരവ് തിരുത്തിയ സംഭവം ഉണ്ടെന്ന് വളരെ വ്യക്തമായി. ജയശ്രീ അവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഉത്തരവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധനയിലേക്ക് പോകണം. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പരിശോധിച്ച് ദേവസ്വം ബോർഡ് കൊടുത്ത ഉത്തരവ് എന്താണ്, ദേവസ്വം സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് എന്താണ്, കമ്മീഷണർമാരും മറ്റുള്ളവരും എടുത്ത നിലപാട് എന്താണെന്നുള്ളത്. ഇപ്പോൾ 6 ആഴ്ചയാണ് അവരുടെ മുമ്പിലുള്ള സമയം. അവർ അതിവേഗതയിൽ അത് കണ്ടെത്തി കഴിയും. അങ്ങനെ വരുമ്പോൾ ദേവസ്വം ബോർഡ് ഇറക്കിയ സ്റ്റേറ്റ്മെന്റിനകത്ത് അപാകതയുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുകയും വേണം. നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യപ്പെടുകയും അതിൽ ഇവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് നമുക്ക് കൈകാര്യം ചെയ്യാം. പ്രശാന്തിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പ്രശാന്തിനെ ആരാ സംരക്ഷിക്കാൻ പോകുന്നത്? പ്രശാന്തിന് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള വ്യക്തത. അദ്ദേഹം പലതവണ ആവർത്തിച്ചതുപോലെ മാധ്യമങ്ങളും അദ്ദേഹത്തെ കൈകാര്യം ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു നിരീക്ഷണമാണത് വന്നത്. സംശയത്തിന്റെ പ്രശ്നം വരുന്നു. ആ സംശയത്തിന്റെ പ്രശ്നത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ. SIT അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തത വരുത്താൻ പറ്റും. നേരത്തെ കോടതിയിൽ ഇത്തരം ചില വിഷയങ്ങൾ വന്നപ്പോൾ കോടതിക്ക് അത് കൺവിൻസിംഗ് ആയിട്ടുണ്ട്. അതുപോലെ വരട്ടെ, നമുക്ക് ഇപ്പോഴേ പ്രതികളെ കണ്ടുപിടിക്കേണ്ട. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം ഒരു തരത്തിലുള്ള ആക്ഷേപത്തിന് ഇട നൽകാത്ത ഒരു ടീം അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞങ്ങൾ ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടി വരില്ല എന്നൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനൽ ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ ഇതിലെ അന്വേഷണത്തെ നിങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയും അതിന്റെ സുതാര്യവും നിഷ്പക്ഷവുമായ അതിന്റെ ഇപ്പോഴത്തെ പോക്കിലൂടെ സത്യം പുറത്തു വരും എന്ന് താങ്കൾ ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തല്ലോ. ശ്രീ അജയ് തറയിൽ, ഇതിനകത്ത് ശ്രീ അജയ് തറയിൽ ഈ ഇടക്കാല ഉത്തരവ് ഒരുപക്ഷെ താങ്കൾ കണ്ടു കാണും. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിലൊരു ഭാഗം വായിക്കുന്നത്. അപ്പോൺ പെർയൂസൽ ഓഫ് ദ മെറ്റീരിയൽസ് വി ഡയറക്ട് ദ SIT ടു തറലി ഇൻവെസ്റ്റിഗേറ്റ് ദ ആസ്പെക്ട് ഓഫ് ക്രിമിനൽ കോൺസ്പിറസി. ക്രിമിനൽ ഗൂഢാലോചന പരിശോധിക്കാനാണ് കോടതി പറയുന്നത്. ആസ് ദ ചെയിൻ ഓഫ് ഇവന്റ്സ് കമൻസിംഗ് in 2019 and the subsequent entrustment of the Dwarapalagas appear to be part of a larger and well orchestrated scheme. അതായത് അതിവിപുലമായ ഒരു ഗൂഢാലോചനയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി നടന്നിട്ടുള്ളതാണ് ഇതൊക്കെ എന്നാണ് ഈ സംഭവങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന് പിന്നിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം എന്ന നിർദ്ദേശം നൽകുകയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ. അവിടെ ശ്രീ PK ഗോപൻ പറഞ്ഞതുപോലെ അത് ഏത് മുന്നണിയിൽപ്പെട്ട അംഗങ്ങളാണെങ്കിലും ഏത് ബോർഡാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും അവരെല്ലാം ഈ വിഷ്യസ് സൈക്കിളിൽ ഈ ചങ്ങലയിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്നാണ്. ഈ ഇടക്കാല ഉത്തരവിനെ ശ്രീ അജയ് തറയിൽ താങ്കൾ എങ്ങനെ കാണുന്നു? നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിന് മറുപടി പറയേണ്ട സാഹചര്യം ആയിക്കഴിഞ്ഞിട്ടുണ്ടോ? അതല്ല മുഴുവൻ അന്വേഷണവും പുറത്തു വരട്ടെ എന്നാണോ? കോൺഗ്രസ് തുടക്കത്തിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞിരിക്കുന്നു ഏറ്റവും വിശ്വസ്തരായ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണമെന്ന്. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് സംശയം ബാക്കിയുള്ളത്? ഞങ്ങൾക്ക് കോടതിയുടെ തീരുമാനത്തോടും ഈ ഇടക്കാല ഉത്തരവിനോടുമൊക്കെ പൂർണ്ണമായ സന്തോഷവും സമ്മതവും അതിന് ഞങ്ങൾ പിന്തുണ നൽകുകയാണ്. ഇവിടെ ശ്രീ ഗോപൻ പറയുന്നത് കേട്ടു, വളരെ സുതാര്യമായ വളരെ നല്ല രീതിയിലുള്ള അന്വേഷണം ഞങ്ങൾ നടത്തുന്നു. ഈ ഗവൺമെൻറ് എന്ത് കാര്യം ഇതിനകത്ത്? ഗവൺമെൻറ് അലങ്ങാപ്പാറയായിരുന്നപ്പോൾ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ഒരു SIT വെച്ചത്. ഹൈക്കോടതിയാണ് SIT വെച്ചത്, ഹൈക്കോടതിയാണ് ഓഫീസർമാരെ വെച്ചത്. എന്നിട്ടും അവരുടെ അന്വേഷണം ധാരാളം ഇടപെടലുകൾ ഉണ്ടായത് കൊണ്ടാണല്ലോ ഒരു പോറ്റിയിൽ മാത്രം അവസാനിച്ച് നിൽക്കുന്നത്. പോറ്റി മാത്രമാണോ കുറ്റക്കാരൻ? ഞാൻ 2-3 നിങ്ങളുടെ ചർച്ചയിൽ ചെയ്തതുപോലെ എല്ലാ ചർച്ചയിലും ഞാൻ പറയാറുണ്ട്, ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് വലിയൊരു കോൺസ്പിറസിയാണ്. ഈ കോൺസ്പിറസി എന്ന് പറയുന്നത് ദൂരവ്യാപകമായി ഉണ്ടാകാൻ പോകുന്ന സംഭവവികാസങ്ങളെ നേരിൽ കണ്ടുകൊണ്ട്
അതൊഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2019 6/8/2019 ദേവസ്വം ബോർഡ് തീരുമാനം എന്ന് പറയുന്നത് ചെമ്പുപാളി സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള തീരുമാനമാണ്. അതെ, ചെമ്പുപാളി എന്ന് തീരുമാനിച്ചത് ആരാ? അത് ദേവസ്വം സെക്രട്ടറിയാണോ? ഗോപനൂർ തെറ്റുപറ്റി. ദേവസ്വം ഉത്തരവിറക്കുന്നത് ദേവസ്വം സെക്രട്ടറിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 അംഗങ്ങളും കൂടിയെടുക്കുന്ന തീരുമാനം ദേവസ്വം സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് തീരുമാനമെടുക്കുന്നത്. അത് മിനിറ്റ്സിലുണ്ടാക്കി ആ മിനിറ്റ്സ് ഓർഡറായി എഴുതുന്നത് ദേവസ്വം സെക്രട്ടറിയാണ്. ആ സെക്രട്ടറിയാണോ തിരുത്തിയത്? സെക്രട്ടറി തിരുത്തിയെങ്കിൽ നിങ്ങൾ സെക്രട്ടറിയുടെ പേരിൽ ആ കേസ് എന്താ എടുക്കാത്തത്? അപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമാണ് ഇത് ചെമ്പുപാളി എന്ന് എഴുതിയത്. ഇത് സ്വർണം പൊതിഞ്ഞ പാളിയാണെങ്കിലും നാളെ അന്വേഷിക്കുമ്പോൾ ഇത് റെക്കോർഡിക്കലായി ചെമ്പുപാളിയാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രീ അജയ് തറയിൽ ഒറ്റ ഭാഗം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രീ അജയ് തറയിൽ, അതായത് ഇത് ചെമ്പുപാളിയാണ് എന്ന് രേഖപ്പെടുത്തിയ തിരുത്തൽ വരുത്തിയത് അന്നത്തെ ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീ അല്ല. ജയശ്രീ വരുത്തിയ തിരുത്തൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാം, അദ്ദേഹത്തിന് കൈമാറണം എന്നതാണ് അവർ വരുത്തിയ തിരുത്തൽ. മറ്റത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തതാണ്, മിനിറ്റ്സായി പുറത്തു വന്നതാണ്. തിരുത്തൽ വരുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുപോകാം എന്നിടത്താണ്. ചെമ്പുപാളിയാണെന്ന്, അതെ, ചെമ്പുപാളിയാണെന്നുള്ളത് നേരത്തെ വന്നു, മിനിറ്റ്സിലുണ്ട്. അല്ല, ചെമ്പുപാളിയാണെന്ന് അവരുടെ മിനിറ്റ്സ് തീരുമാനമാണ്. അതെ, ചെമ്പുപാളിയാണെന്ന് മിനിറ്റ്സ് തീരുമാനമാണ്. അവ തീരുമാനിച്ചത് നിസ്സാര കാര്യമാണോ? ഏത് കണ്ണുപൊട്ടൽ നോക്കിയാൽ കണ്ടാലും അവിടെ സ്വർണം പതിച്ചിരിക്കുന്ന അത് ചെമ്പുപാളിയാണെന്ന് പറയാൻ എങ്ങനെയാ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാർക്ക് ധൈര്യം കിട്ടി? അത് ഞാൻ പറഞ്ഞു. ആ കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ധാരാളം സമയം ആവശ്യപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി പറഞ്ഞപ്പോഴല്ലേ ആ കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമാകുന്നത്? മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു? എത്രയോ ദിവസം കൊണ്ട് മിനിറ്റ്സ് എടുക്കാൻ ഞങ്ങൾ പറയുന്നു. മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞപ്പോഴേ പറ്റുള്ളൂ. ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മിനിറ്റ്സ് പിടിച്ചെടുക്കാം. ഈ കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് ഇടപെടാം. അപ്പോൾ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? എങ്ങനെയെങ്കിലും ശിവശങ്കരൻ്റെ തലയിൽ ആ സ്വർണ്ണക്കൊള്ള കെട്ടിവെച്ച് രക്ഷപ്പെട്ട പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ സ്വർണ്ണക്കൊള്ള കെട്ടിവെച്ച് രക്ഷപ്പെടാമാണ്. അല്ലെങ്കിൽ 10 ഉദ്യോഗസ്ഥന്മാരുടെ മേലിലാണോ ഇപ്പോൾ ദേവസ്വം ബോർഡും കുറ്റക്കാരനാണ് എന്നാണ് ഈ ഇടക്കാല വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഉന്നതന്മാരെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അടക്കമുള്ളവർ ഈ കോൺസ്പിറസിയിൽ ഉണ്ട് എന്ന് കോടതി നിരീക്ഷണമുണ്ടായിരിക്കുന്നു. അത് നിസ്സാര കാര്യമല്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മിനിയന്നാൾ കൊണ്ടുപോയി ഈ 2ാമത് വെച്ചു. ഈ പ്രശാന്തിൻ്റെ ഇൻവോൾവ്മെൻ്റാ. സെപ്റ്റംബർ 9-ാം തീയതി ഈ സ്വർണ്ണ ഇത് അടർത്തിയെടുത്ത ആരാ? പുതിയ പ്രസിഡന്റ് എടുത്തതല്ലേ. 2022 ഒരു കേസ് ഹൈക്കോടതിയിലുണ്ട്. 2019 ചെയ്ത ഈ തെറ്റിനെ കുറിച്ചുള്ള കേസ് നടക്കുമ്പോൾ ഈ സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ, സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്ന ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള നിലവിലെ ജില്ലാ ജഡ്ജിയാണ് സ്പെഷ്യൽ കമ്മീഷണർ. ആ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആ പാളി പൊളിച്ച് വീണ്ടും കൊണ്ടുപോയിരിക്കുന്നു. ഇത് നിസ്സാര കാര്യമാണോ? അപ്പോൾ 19 കൊണ്ടുപോയി ആ 40 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി ഉള്ള കാര്യം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പൊളിച്ചു കൊണ്ടുപോയത്. ഇതെല്ലാം വലിയ ഒരു സംഭവവികാസത്തിൽ പേരിൽ ഞാൻ പറയട്ടെ. ഇവരാദ്യം കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ കോടാനുകോടി രൂപ വിലമതിക്കുന്ന ദൈവിക ചൈതന്യമുള്ളതാണ്. അത് വിറ്റതിന് ശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ താങ്ങുപീഠങ്ങൾ ശരിയായില്ല. അപ്പോഴാണ് പുതിയ താങ്ങുപീഠം ഉണ്ടാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും 2 താങ്ങുപീഠം എങ്ങനെ വന്നു ഇവിടെ? 2 താങ്ങുപീഠം മാത്രമല്ല, 2 ദ്വാരപാലക ശില്പങ്ങളുമുണ്ട്. അന്വേഷണം നടക്കട്ടെ. കോൺസ്പിറസിയെക്കുറിച്ച് മാത്രം പോരല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യം, ഞാൻ ഈ ബഹുജന മധ്യത്തിൽ പബ്ലിക് ഡൊമൈനിൽ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റായ ദ്വാരപാലക ശില്പമാണ്.
24 ചാനലിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ 2017 ക്ലിപ്പിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്ത് നോക്കുക. ആ ദ്വാരപാലക ശില്പമാണോ ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാനുള്ള കപ്പാസിറ്റി ഒന്ന് നോക്കുക. അപ്പോൾ ഇത് നടന്നിരിക്കുന്നത് വലിയ കൊള്ളയാണ്. അയ്യപ്പനെ തിരസ്കരിച്ചുകൊണ്ട്, അയ്യപ്പൻ്റെ ശക്തി കളഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ രാജ്യത്ത് ഒരു കാലത്തുണ്ടായിരുന്ന നവോത്ഥാനം, ആ നവോത്ഥാനം ഞങ്ങൾ ഇതിലൂടെ പോലും നടപ്പാക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇവിടെ ശ്രീ ഗോപാൽ പറഞ്ഞു പല ബിംബങ്ങളും പൊളിഞ്ഞു വീണു എന്ന്. ശരിയല്ലേ? ഇവിടെ ഒരു കാലത്ത് സ്വാമി അയ്യപ്പനെയും സ്വാമിയുടെ തന്ത്രിമാരെയും അവിടെ ഞങ്ങൾ സ്ത്രീകളെ കയറ്റുമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരിയായ യുവതികളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ പോലീസ് ഉപയോഗിച്ച് ഹെൽമെറ്റ് ധരിപ്പിച്ച് കൊണ്ടുവന്ന് കയറ്റിയ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെതാണെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു ദിവസം വന്ന ആളുകളെ വിളിച്ചുകൂട്ടി, അയ്യപ്പന്മാരെ വിളിച്ചുകൂട്ടി പറയുന്നു ഞങ്ങൾ വിശ്വാസികളൊപ്പമാണ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ ബിംബമാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. അത് നിഷേധിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, അന്വേഷണം ഇങ്ങനെ പോയാൽ പോരാ. ഹൈക്കോടതി ഇനിയും ഇടപെടും. അടുത്ത സിറ്റിങ്ങിൽ ഹൈക്കോടതി പറയാൻ പോകുന്നത് ഇതിലും കൂടുതൽ കേസുകളെ കുറിച്ചാണ്. കാരണം ഇവിടെ നിലവിലുള്ള ദേവസ്വം ബോർഡാണെങ്കിലും ശരി, ഈ കഴിഞ്ഞ ഇതിന് മുമ്പ് അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡാണെങ്കിലും ശരി, ഗവൺമെൻറ്റിൻ്റെ പ്രതികളായാലും ശരി, ഈ കോൺസ്പിറസിയിലൂടെ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? റിമോട്ട് കൺട്രോൾ ഇവിടെയുണ്ട്. ആ റിമോട്ട് എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം പോകണം എന്നാണ് കോടതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ക്രിമിനൽ കോൺസ്പിറസിയെ കുറിച്ച് പരിശോധിക്കണമെന്ന് കോടതി പറയുന്നു. ഇതൊരു വളരെ വെൽ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇതൊരു ലാർജർ കോൺസ്പിറസി ഇതിന്റെ പിന്നിലുണ്ടെന്ന് കോടതി പറയുന്നു. അതിലേക്ക് അന്വേഷണം പോകണമെന്ന് പറയുന്നു. ഇതെല്ലാം കോടതി തന്നെ പറയുന്നു. ഞങ്ങളുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണമൊക്കെ നടത്തുന്നത് ഇതിന്റെ സുതാര്യത ഉറപ്പുവരുത്താനും അതോടൊപ്പം തന്നെ ഇത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് എന്നാണല്ലോ ശ്രീ അജയ് തറയിൽ. പിന്നെ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ ശ്രീ രാഹുൽ ഈശ്വറിലേക്ക് കൂടി പോയിട്ട് വരാം. രാഹുൽ ഈശ്വർ, ഇടക്കാല ഉത്തരവ് രാഹുൽ പോലീസ് ആയതുകൊണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം. രാഹുൽ ഈശ്വർ, ഞാൻ വരാം ശ്രീ അജയ് തറ, ഒറ്റ സെക്കൻഡ്. കേരള പോലീസിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കായതുകൊണ്ട്, അത് കേരള പോലീസിന്റെ കൺട്രോൾ മുഖ്യമന്ത്രിക്കായതുകൊണ്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ വരുന്നു. ഇന്ന് കോടതിയിൽ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വന്നപ്പോൾ കോടതിയിൽ ആദ്യം ഉണ്ടായത് സർക്കാർ അഭിഭാഷകനെ, ദേവസ്വം ബോർഡ് അഭിഭാഷകനെ ഒക്കെ പുറത്തു നിർത്തുകയും അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനെ അകത്ത് നിർത്തി കാര്യങ്ങൾ ചോദിച്ച ശേഷമാണ് മറ്റ് അഭിഭാഷകരകത്തേക്ക് കടത്തിയത്. ബാക്കിയുള്ള മുഴുവൻ പ്രൊസീഡിങ്സും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആക്കുന്നു. ഇനി രണ്ടാമതൊരു കാര്യം കൂടി, സ്വമേധയെ ഇന്ന് ഹൈക്കോടതി കേസെടുത്തപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഒഴിവാക്കി സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വിജിലൻസിനെയും കക്ഷികളാക്കി കേസെടുത്തത് തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നു പോകാനോ അവരിലേക്ക് എത്താനോ ഉള്ള സാധ്യതകൾ, അതിൻ്റെ മുഴുവൻ സാധ്യതകളെയും അടയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഈ മുഖ്യ ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ, അവർക്ക് എന്ത് തട്ടിപ്പ് നടത്താൻ പറ്റും എന്നൊക്കെയാണ് താങ്കളുടെ സംശയമെങ്കിൽ ഹൈക്കോടതി ഇന്ന് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇംപീച്ചബിൾ ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെ ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുകയാണ് കോടതി എന്ന്. അങ്ങനെയല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത്? ശ്രീ രാഹുൽ ഈശ്വർ, ഇടക്കാല ഉത്തരവ് വായിച്ചതിൽ നിന്ന് താങ്കൾക്ക് എന്തൊക്കെ മനസ്സിലായി? രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രീ ഗോപികൃഷ്ണൻ. ഒന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഹൈക്കോടതി വളരെ ബാലൻസ്ഡ് ആയിട്ടും വളരെ ഷാർപ്പായിട്ടുമാണ് പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും ഇതിന് മുമ്പത്തെ ഹിയറിംഗിലടക്കം കേസ് ഓവർ സെൻസേഷനലൈസ് ചെയ്യരുതെന്നും അത്തരം കാര്യങ്ങൾ പോലും കോടതി പറയുന്നുണ്ട്. ഈ അക്യൂസ്ഡ് ആയ പലർക്കും കൂടി റൈറ്റ് വേണം. അതുകൊണ്ട് കോടതി വെൽ ബാലൻസ്ഡും വളരെ ഷാർപ്പും ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല കാര്യം. അങ്ങ് വളരെ ശരിയായി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ കേസിലെ ഹീറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലെ നായകർ ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാർ സാറും തന്നെയാണ്. അവർ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഇത് പുറത്തു വന്നത്. താങ്കൾ അടക്കമുള്ള മാധ്യമങ്ങളും അത് പുറത്തു കൊണ്ടുവന്നു. ഇപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ. ഒന്ന്, ക്രിമിനൽ കോൺസ്പിറസി എന്നുള്ളത് വെൽ ഓർക്കസ്ട്രേറ്റഡ് ആണ്. മുമ്പ് ഹയസ്റ്റ് ഹൈറാർക്കി, അതായത് ആ ദ്വാരപാലക ശില്പങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് നേരത്തെ ന്യൂസ് 24 ന്യൂസിൽ കാണിക്കുന്ന പോലെ ഹയസ്റ്റ് ഹൈറാർക്കിയിലേക്ക് വരെ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ദേവസ്വം ബോർഡിനെ സംശയത്തിന്റെ മുൾമുനയിൽ തന്നെ നിർത്തുകയാണ് കോടതി. ചില കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചയുണ്ടായെന്നും, രണ്ട്, പറയാതെ പറയുന്നത്, കൂടുതൽ
കൂടുതൽ ഇൻഫർമേഷൻ വന്നിട്ടേ നമുക്ക് പറയാൻ കഴിയൂ. ദേവസ്വം ബോർഡ് ഹയസ്റ്റ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്താൻ പോകാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയാണ്. പക്ഷേ നമുക്കറിയാം ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ദേവസ്വം ബോർഡിലേക്ക് സംശയം നീളുന്ന, ലീഗലി സംശയം നീളുന്ന, മീഡിയയിലും സാധാരണക്കാർക്കും എല്ലാം അറിയാം ദേവസ്വം ബോർഡിന്റെ പങ്കുണ്ടെന്ന്, അത്തരം കാര്യങ്ങൾ തീർച്ചയായും ചെയ്യണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഈ വിഷയത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കലർത്തരുത്. ഗോപൻ സഖാവ് അങ്ങനെ ഒരുപാട് വളഞ്ഞു കെട്ടിയൊന്നും പറയണ്ട. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ സാറിനെ കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ശ്രീ എൻ കെ പ്രേമേന്ദ്രന്റെ ഒരു ഫാനാണ്. നമ്മുടെ വി ഡി സതീശനും എൻ കെ പ്രേമേന്ദ്രനുമാണ് ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആൾക്കാർ. പക്ഷേ ആ ബീഫ് പരാമർശം ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ സഖാവ് അല്ലെങ്കിൽ സാറ് ഉപേക്ഷിക്കേണ്ടതായിരുന്നു. അത് ശരിയായില്ല. അത് പറയാൻ ഞങ്ങളെ പോലുള്ള വലതുപക്ഷക്കാരുണ്ട്. അത് എൻ കെ പ്രേമേന്ദ്രൻ സാറിനെ പോലെ വലിയ സ്റ്റേച്ചറുള്ള ഒരു വ്യക്തി അമിത വൈകാരികമായ ബീഫ് പരാമർശമൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. രണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ നല്ല കാര്യവും, ഞാൻ CPM വിരുദ്ധനാണ്, അത് വേറെ. പക്ഷേ അയ്യപ്പനെയും വാവരെയും ചേർത്ത് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്. കാര്യം വാവരില്ല വാപുരനാണെന്ന് പച്ചക്കള്ളം പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് രാഷ്ട്രീയം മാറ്റി ഇതിന്റെ തെഫ്റ്റ് എന്ന് പറയുന്ന മോഷണം, ക്രിമിനൽ കോൺസ്പിറസി, മോഷണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരണം. ശ്രീ ഗോപികൃഷ്ണൻ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത വരിയാണ്. ഉണ്ണികൃഷ്ണൻ, പോറ്റി എന്ന് പറയുന്നില്ല, ഉണ്ണികൃഷ്ണൻ വെറും ഒരു പ്യൂണാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്യൂണിനെ ഉപയോഗിച്ച മാസ്റ്റേഴ്സ് ആരാണ്? മാസ്റ്റർ മൈൻഡ് ഓഫ് ദി കോൺസ്പിറസി ആരാണ്? അതായത് ഉണ്ണികൃഷ്ണൻ വേറൊരാളെ വിട്ടല്ലേ 19-നും 20-നും മേടിപ്പിച്ചത്, അനന്തസുബ്രഹ്മണ്യം. അതുകൊണ്ട് അയാൾക്ക് ഇതിനെ കുറ്റം ഉണ്ടാവൂ? അപ്പൊ അനന്തസുബ്രഹ്മണ്യം അല്ല, അതിന്റെ പുറകിൽ ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണന്റെ പുറകിൽ വേറൊരാളാണ്. ആ ആൾക്കാരെ, ചെയിൻ ഓഫ് ആൾക്കാരെ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ വേണ്ട ചെയ്യേണ്ടത്. ഇപ്പൊ ഹൈക്കോടതി ഉത്തരവിലെ വേറൊരു കാര്യം, ഹൈക്കോടതി മുമ്പത്തെ വിധിയിലും ഇന്നത്തെ വിധിയിലും ഒക്കെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് പോയ ദ്വാരപാലകരാണോ, സെയിം ആണോ എന്ന് ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്. അത് അജയ് തറയിൽ സാറ് പറയുന്നത് വളരെ കറക്റ്റാണ്. സെയിം അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്കത് പറയുന്നതിൽ വേദനയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ വിജയമല്യ തന്ന ഒറിജിനലി സ്വർണം ക്ലാഡഡ് ആയിട്ടുള്ള ചെമ്പ് പാളികൾ നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്ക് വേദനാജനകമാണ്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിന് രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് പോലെ ഞങ്ങൾ അത് സ്വർണം എടുത്തു മാറ്റി ആ ചെമ്പ് നശിപ്പിച്ച് പുതിയ സാധനം ഉണ്ടാക്കി, ഇതായിരിക്കണം ഒരു പോസിബിലിറ്റി. അതിന് ഇയാൾക്കാർ അധികാരം കൊടുത്തു, ഇയാൾക്കാർ അവകാശം കൊടുത്തു വിജയമല്യ അയ്യപ്പന് സമർപ്പിച്ച സ്വർണം മാറ്റാൻ. അത് ദേവസ്വം ബോർഡിന്റെ പോളിസി ഡിസിഷൻ ഇല്ലാതെ പറ്റുമോ? മിക്കവാറും അതും സംഭവിച്ചു കാണില്ല, അത് വേറെ ആർക്കെങ്കിലും വിറ്റ് കാണും. അത് മാറ്റാനുള്ള റൈറ്റ് ഉണ്ണികൃഷ്ണൻ എവിടെ നിന്ന് കിട്ടി? അത് ദേവസ്വം ബോർഡിന്റെ പോളിസി ഡിസിഷൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോളിസി ഡിസിഷനാണ്. ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ശ്രീ ഗോപികൃഷ്ണന്റെയോ എന്റെയോ പ്രശാന്ത്ജിയുടെയോ അല്ലെങ്കിൽ അജയ് തറയിൽ സാറിന്റെയോ ഗോപൻ സഖാവിന്റെയോ വീട്ടിൽ നിന്ന് ഒരു 100 പവൻ എടുത്തോണ്ട് പോയാൽ 39 ദിവസം കഴിഞ്ഞിട്ടും ഉദ്ദേശ സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കൂലേ? അങ്ങയുടെ വീട്ടിൽ നിന്ന് ഒരു 10 പവനോ 100 പവനോ എടുത്തോണ്ട് പോയി, 39 ദിവസമായിട്ട് നമ്മൾ പണി ചെയ്യാൻ കൊടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചു ചോദിക്കും? കിലോ കണക്കിന് സ്വർണം അങ്ങനെ പോയിട്ട് ദേവസ്വം ബോർഡുകാരെ വിളിച്ചു ചോദിക്കാത്ത എന്താ? ഇറ്റ് ഷോസ് ക്രിമിനൽ മൈൻഡ്, ഇറ്റ് ഷോസ് മെൻസ്രിയ, അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ഇന്റൻഷൻ ടു കമ്മിറ്റ് എ ക്രൈം. അത് ചെയ്യാനുള്ള ഉദ്ദേശശുദ്ധി, മെൻസ്രിയ എന്ന് ലീഗൽ ടേംസിൽ പറയുന്ന ക്രൈം കണ്ടക്ട് ചെയ്യാനുള്ള ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമാകാനുള്ള വിൽഫുൾ ആയിട്ടുള്ള ഇന്റൻഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് ഇത് എത്തണം. ഇത് പറയുന്നത് ഒരു സന്തോഷമില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന ദേവസ്വം മുൻ പ്രസിഡന്റ് അടക്കം ഞങ്ങളെല്ലാം ആദരിക്കുന്നവരാണ്. പക്ഷേ അദ്ദേഹം ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അയ്യപ്പനെക്കാട്ടി പ്രധാനമല്ലല്ലോ പത്മകുമാർ സാർ. അയ്യപ്പൻ കഴിച്ചിട്ടല്ലേ ബാക്കി ആരും ഉള്ളൂ. അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം ആർക്കെങ്കിലും അതിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തണം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് തോന്നുന്നത് ഉണ്ണികൃഷ്ണനെയും ചില ഉദ്യോഗസ്ഥരെയും ബലിയാടാക്കിക്കൊണ്ട് പുറകിൽ നിൽക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന സംശയം വ്യാപകമായിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. പക്ഷെ അവരിലേക്ക് ഒതുങ്ങരുത്. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കം ഇനി അതിന്റെ പിന്നിൽ ആരെങ്കിലും അല്ല രാഹുൽ, അവരിലേക്ക് ഒതുങ്ങരുത് എന്ന് ഹൈക്കോടതിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ രഹസ്യ വിവരങ്ങൾ ചോർന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുകയും ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആക്കുന്നു, സ്വമേധയാ കേസെടുക്കുന്നു. മാത്രമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. ഇതിന്റെ ക്രിമിനൽ കോൺസ്പിറസിയും ഇതിന് പിന്നിലുള്ള ലാർജർ കോൺസ്പിറസിയും ഒക്കെ കണ്ടെത്തുന്നതിലേക്ക് അത് മാധ്യമങ്ങൾ കൂടെ അറിഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാകുമായിരുന്നു. ഹൈക്കോടതി ഇൻ ഇറ്റ്സ് വിസ്ഡം ഹാസ് ഡൺ. അതുകൊണ്ട് നമ്മൾ ആദരിക്കുകയാണ്. പക്ഷേ അത് ജനങ്ങളും മാധ്യമങ്ങളും കൂടെ അറിഞ്ഞാൽ മാത്രമേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് മേളിൽ പ്രഷർ ഉണ്ടാവൂ. എനിക്ക് തോന്നുന്നു ഇത് ആ നിലയ്ക്ക് സാധാരണ നിലയിൽ ഈ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പീഡന കേസുകളിലൊക്കെയാണ് ഈ അതിജീവതയുടെ വിവരങ്ങൾ, അതിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാനൊക്കെയാണ് സാധാരണ ഇത്തരത്തിലുള്ള ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിലേക്ക് പോകുക. ആ അർത്ഥത്തിൽ ഇതൊരു അസാധാരണ നടപടിയായി കൂടി നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലേ രാഹുൽ?
അസാധാരണ സ്റ്റെപ്പാണ്. അതാ പറഞ്ഞത്, ഹൈക്കോടതി എന്തെങ്കിലും കാര്യമായ മനസ്സിൽ കണ്ടു കാണും. കാര്യം അവരാണല്ലോ സുഹമോട്ടോ എടുത്താണല്ലോ വരുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി കണ്ടു കാണും. പക്ഷേ സാധാരണക്കാരന്റെ രീതിയിൽ മീഡിയയ്ക്കും പബ്ലിക്കിനും കൂടെ ഇൻഫർമേഷൻ കിട്ടിയാൽ പ്രഷർ കൂടുതൽ ബിൽഡ് ചെയ്യാനും, കാര്യം ഇത് ഏതെങ്കിലും ഒരു പാർട്ടി ഘടനാപരമായി ചെയ്തതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പറയുന്നത്. പിണറായി വിജയൻ വീട്ടിൽ ഇരുന്ന് പ്ലാൻ ചെയ്തതാണെന്നും ആരും പറയും തോന്നുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഉണ്ടെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് മേളിൽ ഒരു പ്രഷർ ആകാനും അവരുടെ അടക്കം തെറ്റുകാരുണ്ടെങ്കിൽ തുറന്നു പറയാനും ഉള്ളൊരു പ്രഷർ ബിൽഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ വിധി വരട്ടെ, നമുക്ക് എന്തായാലും കാത്തിരുന്നു. തുടരുന്നു. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ ഇടക്കാല ഉത്തരവിലെ ഒരു ഇപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി തോന്നിയത് 2019 തട്ടിപ്പ് മറച്ചുവെക്കാൻ 2025 വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ സ്വർണം പൂശാൻ ഏൽപ്പിച്ച ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തെക്കുറിച്ചാണ്. അത് SIT ഇതിലെ ചില കാര്യങ്ങൾ സംശയമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ഇതിൽ നിലവിലെ ദേവസ്വം ബോർഡിനെ കൂടി സംശയനിഴലിൽ നിർത്തുന്ന കണ്ടെത്തലുകളിലേക്ക് പോയിട്ടുണ്ടോ ഈ ഇടക്കാല ഉത്തരവ് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ? താങ്കൾക്ക് എന്താണ് തോന്നിയത്? അത് ഇത് ഒരു ക്രിമിനൽ കേസായിട്ട് വരുമ്പോൾ ഇതിൽ ആരൊക്കെ പ്രതിയായി ചേർക്കപ്പെടാം, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഇതിൽ ഇപ്പോൾ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവർ അവരുടെ യഥാർത്ഥത്തിലുള്ള പങ്ക് എന്താണ്, എന്തെല്ലാം തെളിവുകളാണ് SITക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. വളരെ പ്രത്യേകമായിട്ടുള്ള ഡയറക്ഷൻസ്, അത് സെൻസേഷണലൈസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും നേരത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉദയലളിത്തും ജസ്റ്റിസ് PS നരസിംഹയും ഉൾപ്പെടുന്ന ഒരു ബെഞ്ച് ഒരു ഡയറക്ഷൻ പാസ്സാക്കിയിരുന്നു. കോടതിയിലാണ് തെളിവുകൾ പരിശോധിക്കപ്പെടേണ്ടത്. അതിൽ നമുക്കെല്ലാവർക്കും, സാധാരണ വ്യക്തികൾക്ക്, ഈ ലീഗൽ ഫീൽഡിലുള്ളവർക്ക്, ജേർണലിസ്റ്റുകൾക്കും മീഡിയയും ലോയേഴ്സിനും ഒക്കെ ഒരു പങ്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ നടപടി വളരെ സുതാര്യമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ കോടതിയിൽ എത്തിക്കാനുള്ള ബാധ്യതയുണ്ട്. എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഇന്ന് ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുന്ന ഉത്തരവിൽ പ്രധാനപ്പെട്ട ഡയറക്ഷൻസ് എല്ലാം വിരൽ ചൂണ്ടുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോടതിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ വലിയ സംശയം തോന്നിയിരിക്കുന്നു. ഇതിൽ ആരൊക്കെ ഇതിൽ പങ്ക് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷണത്തിലൂടെ പുറത്തു വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും, ഒരു സാധാരണ അന്വേഷണത്തിലൂടെ ഒരുപക്ഷെ അത് വെളിച്ചത്ത് വരില്ല എന്ന ഒരു ബോധ്യത്തിൻ്റെ പുറത്തായിരിക്കാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത്. അത് ഹൈക്കോടതി പറയുന്നുണ്ട് വളരെ അസാധാരണമായ സാഹചര്യങ്ങളിലാണ് അങ്ങനെ ചെയ്യുന്നത്. കോടതിക്ക് ഒരു സാധാരണ അന്വേഷണത്തിൽ വിശ്വാസക്കുറവുള്ളത് കൊണ്ടോ അവിടെ എവിടെയെങ്കിലും അട്ടിമറിക്കപ്പെടാം എന്ന സംശയമുള്ളത് കൊണ്ടോ ആയിരിക്കാം. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഞാനത് ശ്രദ്ധിച്ചില്ല, പക്ഷേ പറയുന്നത് സത്യമാണെങ്കിൽ, അതായത് കേസ് ആദ്യം എടുത്തപ്പോൾ ഇൻ ക്യാമറ വെച്ച്, സാധാരണഗതിയിൽ കോടതി മുറി അടച്ചിട്ടിട്ട് അകത്ത് വക്കീലന്മാരും കക്ഷികളും മാത്രമുള്ള ഒരു ഇതിനെയാണ് ഇൻ ക്യാമറ എന്ന് പറയുന്നത്. ഇതിൽ അഭിഭാഷകരോട് പോലും ആദ്യം പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മാത്രം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അത് ഞാനിപ്പം നോക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം നേരത്തെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് കോടതികൾ നടന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ചെയ്യുന്ന അഭിഭാഷകർക്ക് അവിടെ ഒരു കാണാവുന്ന ഡിസ്റ്റൻസിൽ അവിടെ അകത്ത് നിൽക്കാൻ കഴിയും, പക്ഷെ ചിലപ്പോൾ കേൾക്കാൻ കഴിയില്ല. അടുത്ത് വിളിച്ചിട്ടായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഒരു കേസിൽ ഞാൻ മനസ്സിലാക്കിയത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സംസ്ഥാന സർക്കാരിന്റെയും ബോർഡിന്റെയും അഭിഭാഷകരോട് ആദ്യം പുറത്തു നിൽക്കാൻ ആവശ്യപ്പെടുകയും പിന്നെ എസ് ശശിധരനിൽ നിന്നും അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിൽ നിന്നും ഈ അന്വേഷണ വിവരങ്ങൾ അകത്ത് വരാൻ പറഞ്ഞ് കോടതി ആ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ അഭിഭാഷകരെ അകത്തേക്ക് കൊണ്ടുവന്നു എന്നാണ്. പറഞ്ഞോളൂ. എന്തുപറ്റി ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, കേൾക്കുന്നുണ്ടോ താങ്കൾ? ശ്രീ ഗോപികൃഷ്ണൻ, ചോദ്യം ഒന്നുകൂടി അല്ലല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അഭിഭാഷകരോട് കോടതി തുടക്കത്തിൽ ആദ്യം പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നും പിന്നീട് എസ് ശശിധരനിൽ നിന്നും അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശശിധരൻ ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിൽ നിന്നും ഇതിന്റെ അന്വേഷണ വിവരങ്ങൾ ആരാഞ്ഞ ശേഷമാണ് പിന്നീട് ഈ രണ്ട് അഭിഭാഷകരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചത് എന്നുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ ഏതെങ്കിലും ഒരു കേസിൽ, വളരെ പ്രമാദമായിട്ടുള്ള കേസുകളിൽ പോലും
കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും അസാധാരണമായിട്ടുള്ളൊരു നടപടി അവിടെ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കോടതിക്ക് നേരിട്ടറിയാൻ ആഗ്രഹമുണ്ട്. അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് വേറൊരാളുടെ വെർഷൻ അതിൽ വരാതെ ഈ ഗവൺമെൻറ് അഭിഭാഷകൻ്റെ പോലും അതിനകത്ത് അതിലൊരു അഡീഷൻ വരാതെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നേരിട്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു വിഷയമാണെന്നും കോടതിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഈവൻ ആ പ്രധാനപ്പെട്ട ബഹുമാന്യരായ ജഡ്ജസ് പോലും ഒരിക്കലും പ്രഥമ ദൃഷ്ട്യ ഒരാളെ കുറ്റക്കാരനെന്ന് രേഖപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ആ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതേ പ്രാധാന്യത്തോടു കൂടി നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോഴും ഞാൻ ഒരു വ്യക്തിയുടെയും പേരെടുക്കാതെയാണ് പറയുന്നത്. പേരെടുക്കാതെ കാരണം നാളെ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടേക്കാം എന്ന് സാധ്യതയുള്ള ഒരാൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ഡിസ്കഷനിലൂടെ ഇല്ലാതായി പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പേരെടുക്കാത്തത്. പക്ഷേ ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ഒരു പുതുതായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും അതിൽ ഗവൺമെന്റിനെയും വിജിലൻസിന്റെ പ്രധാന സ്ഥാനത്തിരിക്കുന്നവരൊക്കെ കക്ഷികളാക്കിക്കൊണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ സമയത്ത് ഇങ്ങനെ ഇതിനകത്ത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് നടന്ന തട്ടിപ്പ് അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അതിന് ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറയും. ചിലപ്പോൾ അത് ക്രിമിനൽ ആയിട്ടുള്ള നെഗ്ലിജൻസ് ആകാം, ചിലപ്പോൾ അതിൽ ഭാഗഭാക്കായതാകാം. ആരാണ് ഭാഗഭാക്ക് നമുക്കറിയില്ല. അപ്പം അത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ വെളിച്ചത്ത് വരികയുള്ളൂ. അതുകൊണ്ട് അവരെ കൂടി കക്ഷികളാക്കിക്കൊണ്ട് പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണെന്ന് തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ കക്ഷികളായിട്ട് വന്നിരിക്കുന്നവർ അല്ലെങ്കിൽ കോടതിയിൽ മുമ്പിരിക്കുന്നവർ ചിലപ്പോൾ ഒരു അന്വേഷണത്തിന് ശേഷം പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സാക്ഷിയുടെ ഭാഗത്തേക്ക് മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാം. ഏതാണെങ്കിലും വളരെ ദൗർഭാഗ്യകരമായി പോയി. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിയമപരമായിട്ട് ഇതിൽ പ്രധാനമായിട്ട് തോന്നുന്നത്. ഒന്ന്, നമ്മുടെ കേരള ഗവൺമെൻറ് ഉൾപ്പെടെ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലൊക്കെ ചിലരെ മാറ്റി നിർത്തിയപ്പോൾ പറഞ്ഞത് യഥാർത്ഥ വിശ്വാസികളെയാണ് ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഈ മെൻസ്ട്രേഷൻ ഉള്ള സ്ത്രീകളൊന്നുമല്ല, എല്ലാവരും പുരുഷന്മാരാണ്. ബീഫും പൊറോട്ടയും തിന്നുന്ന സ്ത്രീകളല്ല. അവരെല്ലാമാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസം എന്താണ്, അതിൻ്റെ അളവ് പോലെ അത് മുഖ്യമന്ത്രി വിശദമാക്കിയാൽ ഏതെങ്കിലുമൊക്കെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹം അത് വിശദമാക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കുള്ളവരെ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത്ര നാള് ഇതിൽ മോണിറ്റർ ചെയ്തില്ല? ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലെ പല കേസുകളിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളിലെയും ആവശ്യം എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സെക്യുലർ സ്റ്റേറ്റിൽ ഗവൺമെൻറ് എന്തുകൊണ്ട് ഒരു മതത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അമ്പലങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ചോദ്യം ചെയ്തുള്ള ഹർജികൾ വരുന്നുണ്ട്. അവിടെയൊക്കെ ഇന്ത്യൻ ഭരണഘടന സെക്യുലർ ആണെങ്കിലും അതിന് പോസിറ്റീവ് സെക്യുലറിസമാണ്. സ്റ്റേറ്റിന് വേണ്ടിടത്ത് ഇടപെടാം. ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട് സെക്യുലർ ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ സ്റ്റേറ്റിന് ഇടപെടാം. കോടതി വിധികൾ ഹിമാചൽ പ്രദേശിലും ബാക്കി ഹൈക്കോടതികളിൽ സുപ്രീം കോടതിയിലൊക്കെ വന്നിരിക്കുന്ന വിധികളിൽ പറയുന്നത് ഗവൺമെൻറ് ഒരു ട്രസ്റ്റിയെ പോലെയാണ്. ഇതിൽ ഇടപെടാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് കൊണ്ടുപോകാനാണ്, അവിടെ അഴിമതി ഉണ്ടാകാതിരിക്കാനാണ്. അപ്പോൾ അത് ഈ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആരെയാണോ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവർ തന്നെ ഇതിൽ പങ്കാകുന്ന അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസിനെ പോലും ഇത് ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നു, എന്തിനാണ് ഗവൺമെൻറ് ഇതിൻ്റെ പുറത്തൊരു കൺട്രോൾ എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവരെല്ലാം ബാധ്യസ്ഥമാകുന്ന ഒരു അവസ്ഥ വരും. ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഗതി കാണുമ്പോൾ നാഷണൽ മീഡിയയിലും വളരെ ശ്രദ്ധിക്കപ്പെടും. കാരണം കേരളത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ ശബരിമല വളരെ വലിയ ദേശീയ പ്രാധാന്യത്തിലോട് വന്നുകൊണ്ടിരുന്നു. നേരത്തെ ഒരു ഒഫീഷ്യലായിട്ടൊരു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന മകരജ്യോതി ഗവൺമെൻറ് നേരിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അത് പുറത്തു വന്നു. അതിനുശേഷം സുപ്രീം കോടതി വിധി വന്നപ്പോൾ നമ്മളെല്ലാം നാണം കെടുത്തിക്കൊണ്ട് പുരോഗമന വിഭാഗം എന്ന് പറയുന്നവര് ഇതിനെതിരായിട്ട് ഒരു സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഗവൺമെന്റ് തന്നെ അതിന്റെ സ്റ്റാൻഡ് മാറി അയ്യപ്പ സംഗമം നടത്തുന്നു. അതിലെ യഥാർത്ഥ വിശ്വാസികളെ വിളിക്കുന്നു. ഇതിൽ ആരെങ്കിലും പ്രശാന്ത് പത്മനാഭൻ ഒരു സെക്കൻഡ്, രാഹുൽ അതിനകത്ത് എന്തോ പറഞ്ഞു. രാഹുൽ ഒറ്റ സെക്കൻഡ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. രാഹുൽ ശ്രീ ഗോപികൃഷ്ണൻ
ലക്ഷക്കണക്കിന് ഭക്തർ ആദരവോടെ വരുന്ന ഒരു കാര്യമാണ് മകരജ്യോതിയും മകരവിളക്കും. അത് ക്ലാരിഫൈ ചെയ്തും വെളിയിൽ കൊണ്ടുവന്നത് ഞാനാണ്. എൻ്റെ അടക്കമുള്ള വാദങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അന്ന് ഇത് മുമ്പോട്ട് പോയത്. മകരജ്യോതി എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ നക്ഷത്രമാണ്. മകരവിളക്കെന്ന് പറഞ്ഞാൽ മലയരയന്മാർ നടത്തുന്ന ദീപാരാധനയാണ്. അത് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ കേസുണ്ട്. തട്ടിപ്പ് പോലത്തുള്ള വാക്കുകൾ അമ്പലമോ പള്ളിയുമായിട്ടോ ചേർത്ത് നമ്മൾ വളരെ ആലോചിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ. മുമ്പിരുന്ന ഗവൺമെന്റുകൾ പലപ്പോഴും കാര്യം അറിയാതെ ചെയ്തിട്ടുണ്ടാകാം. മകരജ്യോതി എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമാണ്. അത് ആകാശത്തെ നക്ഷത്രമാണ്. 6:46 വൈകിട്ടാണ് ഉദിക്കുന്നത്. മകരവിളക്കെന്ന് പറഞ്ഞാൽ 3 തവണ ദീപാരാധന ഒഴിയുന്നതാണ്. അത് മലയന്മാർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അജയ് തറയിൽ സാറിന്റെയും പ്രയാർ സാറിന്റെയും ബോർഡ് ഇരുന്നപ്പോൾ അവരടക്കം നമ്മൾ ഒരുപാട് ശ്രമിച്ചതാണ്. 2, പിണറായി വിജയൻ സഖാവിനെ ഞങ്ങൾ വ്യക്തിപരമായി പോയി കണ്ടു. കടകംപള്ളി സുരേന്ദ്രൻ അവർ ഓൺ ദി ഫ്ലോർ ഓഫ് ദി ഹൗസ് അസംബ്ലിയിൽ അത് കൊടുക്കാമെന്നും പറഞ്ഞു. ഇതുവരെ കൊടുത്തിട്ടില്ല. വനം വകുപ്പ് അതിനൊരു ഒബ്ജക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തട്ടിപ്പ് പോലത്തുള്ള വാക്കുകൾ, കാര്യം വിശ്വാസികൾ ഈ വിഷയത്തിൽ സെൻസിറ്റീവാണ്. അതായത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ വികാരത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ വേണ്ട. കാരണം നമ്മൾ വി ആർ ഡീലിംഗ് വിത്ത് അനദർ കേസ്. നമ്മളെ വിശ്വാസത്തിന്റെ കാര്യമില്ല. ഇപ്പൊ ചീഫ് ജസ്റ്റിസിനെതിരെ പോലും ഷൂസ് എറിയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ഞാൻ പറഞ്ഞത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് ഇതിൽ പലതും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. എന്തിലാണ്? അവിടെ ഈ പൂജ ചെയ്യുന്നവരിലും അതിനകത്ത് ഈ അമ്പലവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ വളരെ ഭക്തിയോടുകൂടി വേണ്ട പോലെ എല്ലാം ചെയ്യുമെന്നും ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, അവിടെ നടക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾക്ക് കൂട്ടുപ്രതിയാകുന്ന ഒരു അവസ്ഥ വരുമെന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് ഹൈക്കോടതി അത് വളരെ സെൻസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. രണ്ടാമത്, ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്ത് നടപടിയാണ് എടുത്തത്? അതിൽ അവർക്കൊരു ഡ്യൂട്ടി ഇല്ലേ? ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ അവരെയും കൂടി പ്രതിസ്ഥാനം എന്ന് ഞാൻ പറയുന്നത് ക്രിമിനൽ കേസാണ്, ഒരു റിപ്പിറ്റീഷനകത്ത് റെസ്പോണ്ടന്റ് ആയിട്ട് ചേർത്തുകൊണ്ട് അവരുടെ കൂടെ മറുപടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് SITയുടെ അന്വേഷണം വരുമ്പോൾ തീർച്ചയായിട്ടും രാജ്യവ്യാപകമായിട്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടും. ഒരു സാധാരണക്കാരായ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന, നമ്മളവിടെ അർപ്പിക്കുന്ന ദക്ഷിണയും കാര്യങ്ങളും ഒക്കെ സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അതിനെല്ലാം കോട്ടം വരുത്തുന്ന രീതിയിൽ യഥാർത്ഥ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഇതിൽ പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ വളരെ ദൗർഭാഗ്യകരമായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ഡോക്ടർ പി കെ ഗോപൻ. ശ്രീ പി കെ ഗോപൻ, ഇവിടെ ഈ നേരത്തെ ശ്രീ അജയ് തറയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ കോടതിയുടെ അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിച്ച് സർക്കാർ നിൽക്കുമ്പോൾ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് സർക്കാരിൻ്റെ കൺമുന്നിലൂടെ ഒരു സംവിധാനത്തിനും പിടിക്കപ്പെടാതെ കടന്നുപോയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൂടി തയ്യാറാകണ്ടേ? ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊന്നും കണ്ടെത്തിയത് സർക്കാരല്ല, സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനമോ സർക്കാരിൻ്റെ വിജിലൻസോ അല്ല. ഇതെല്ലാം കോടതിയിലെത്തിയ ശേഷം കോടതി ഇടപെട്ട് പുറത്തു വരുന്ന സത്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട, അവരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടത് എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അത് നിങ്ങളുടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമല്ലേ? ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദ്വാരപാലക പീഠം കണ്ടെടുത്തത് SITയെ നിശ്ചയിക്കുന്നതിന് മുമ്പാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിശ്ചയിക്കുന്നതിന് മുമ്പ് ദേവസ്വം വിജിലൻസാണ്. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഹൈക്കോടതി അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 3 വിധത്തിലുള്ള അന്വേഷണ കമ്മീഷനെ സർക്കാർ നിർദ്ദേശിക്കുകയാണ്. ഒന്നുകിൽ വിജിലൻസ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച്, അതല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. വളരെ ട്രാൻസ്പെറൻസിയോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ ഈ ഗവൺമെന്റ് ശക്തമായി ഉന്നയിച്ചതാണ് ഇതിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല എന്ന വാശിയോടുകൂടി ഇങ്ങനൊരു തീരുമാനം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് കോടതിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളിലേക്ക് എത്തിയാൽ അത് കോടതിയുടെ മാത്രം. ഇത് ശക്തമായിട്ട് അന്വേഷിച്ച് ശക്തമായ നിലപാടിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ അവർ സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ളവരാണ്. പക്ഷേ യാതൊരുവിധ സമ്മർദ്ദവും അവരുടെ മുകളിലില്ലെന്ന് ഹൈക്കോടതിക്ക് 100% ഉറപ്പായതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ഇത് പോലീസിന്റെ മാത്രം പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രശ്നം കൂടിയാണെന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, ഈ സൗകര്യം ഉപയോഗിച്ച് ഭരണഘടന സർക്കാരുകൾക്ക് നൽകുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തിയാൽ ഇത് ആര് കൊണ്ടുപോകുന്ന ശ്രീ ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കേണ്ടുന്നത്. മറ്റുള്ളവരെ ഞാൻ വിടുന്നു, എങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് സ്വകാര്യ ആരാധനാലയങ്ങൾ മുട്ടം വഴക്കുകളും കോടതി കേസുകളുമായിട്ട് കിടക്കുകയാണ്. സ്വകാര്യ ആരാധനാലയങ്ങൾ, അവിടെ ഒരു സർക്കാരിന് ഒരു നിയന്ത്രണവും ഇല്ല.
അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ നോക്കണം, അവിടുത്തെ ഫ്ലക്സ് ബാനറുകളും അവിടുത്തെ നോട്ടീസും പരസ്പരം ആക്ഷേപിച്ചും സാമ്പത്തിക ക്രമക്കേടും അത് ഹിന്ദു ആരാധനാലയങ്ങൾ മാത്രമല്ല, മറ്റ് ആരാധനാലയങ്ങളിലും ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾ. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസിയല്ലായിരുന്നു, ബൈജു വിശ്വാസിയല്ലായിരുന്നു, ശിവകുമാർ വിശ്വാസിയല്ലായിരുന്നോ, ജയകുമാർ വിശ്വാസിയല്ലായിരുന്നോ, തന്ത്രിമാർ വിശ്വാസികളല്ലേ, അവിടെ നടത്തിയ ജയശ്രീ വിശ്വാസിയല്ലേ? ഇപ്പൊ വിശ്വാസത്തിന്റെ പേര് പറയുന്നതും അവിശ്വാസത്തിന്റെ പേരുമല്ല. ഗവൺമെന്റ് വിശ്വാസിയായി ശബരിമലയിൽ പോകാത്ത ആളാണല്ലോ ജി സുധാകരൻ, ശബരിമലയിൽ പോകാത്ത ആളാണല്ലോ പിണറായി വിജയൻ. അവരുടെ കാലത്തല്ലേ, അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ, അവരുടെ കാലത്തല്ലേ അവിടെ അനധികൃത നിയമനം നടത്തിയപ്പോ ജസ്റ്റിസ് പരിപൂർണം കമ്മീഷനെ വെച്ചത്? അവരല്ലേ അവിടെ അനധികൃത നിയമനം ഒഴിവാക്കിയത്? അവരല്ലേ അവിടെ ശാന്തി നിയമനത്തിന് കൈക്കൂലി വാങ്ങിച്ചിട്ട് നറുക്കെടുപ്പിൽ ശാന്തിമാരെ വിട്ടുകൊടുക്കലും അത് ഒഴിവാക്കിയത്? അവരല്ലേ അവിടെ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറഞ്ഞത് അവിടുത്തെ ഡെവലപ്മെന്റ്സ് ആണ് ഒന്ന്, രണ്ടാമത് ശബരിമലയെ വളരെ കൃത്യമായി അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വരവുകൾ ചെലവുകൾ വളരെ കൃത്യമായി അതൊരു സോഫ്റ്റ്വെയറിന്റെ കീഴിലേക്ക് മാറണം, ആർക്കും കൈയടക്കാൻ കഴിയാത്ത വിധത്തിൽ. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളുടെ കയ്യിലേക്ക് ഇത് പോകട്ടെ എന്നുള്ളത് ഒരു ഹിന്ദു തീവ്ര നിലപാട് കേരളത്തിൽ ഉയർത്തിപ്പിടിക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ റോൾ, കെ സുരേന്ദ്രന്റെ റോൾ, നമ്മുടെ ഭയ്യ ജോഷിയുടെ റോൾ, അതല്ലെങ്കിൽ പ്രേരണകുമാരിയുടെ റോൾ, അതല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ റോൾ ശ്രീ പ്രേമേന്ദ്രനെ എന്തിനാ ഏറ്റെടുത്തത്? ശ്രീ രാഹുൽ ഈശ്വരോടെ ചൂണ്ടിക്കാണിച്ചത് ബീഫിന്റെ പ്രശ്നം മാത്രമല്ല സാർ, അതിനകത്ത് വേറൊരു പേരും കൂടെ ചേർത്തു, രഹ്ന ഫാത്തിമ. ഈ രഹ്ന ഫാത്തിമ ബീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളല്ല ശ്രീ പ്രേമേന്ദ്രൻ. ശ്രീ പ്രേമേന്ദ്രൻ ഉപയോഗിച്ച, നിങ്ങൾ ആ ബോഡി ലാംഗ്വേജ് കണ്ടോ, ഉപയോഗിച്ച ഭാഷ കണ്ടോ? എവിടെ കൊണ്ട് കെട്ടാൻ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഹിന്ദുത്വ തീവ്രവാദികൾ കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രചരണ പരിപാടി നിങ്ങൾ നടത്തണ്ട, നിങ്ങളെക്കാൾ ശക്തമായി നടത്താൻ ഞാനിവിടെ ഉണ്ട് എന്ന മെസ്സേജ് അദ്ദേഹം കൊടുത്തത്. അത് മാത്രമാണോ? അയ്യപ്പ സംഗമത്തിന് ശേഷം BJP അവിടെ സംഘടിപ്പിച്ച സംഗമത്തിൽ ചെങ്കോട്ടുകോണം സ്വാമി വന്നു നിന്നുകൊണ്ട് നടത്തിയ ഒരു പ്രയോഗം, ആ പ്രയോഗം എന്താ? വാവരല്ല വാപുരനാണ്, ഇതാണ് താജ്മഹൽ അല്ല തേജോമഹാലയാണെന്ന് പറഞ്ഞത്, ഇതാണ് രാമജന്മഭൂമി അല്ല, ബാബറി മസ്ജിദ് അല്ല, രാമജന്മഭൂമിയിലേക്ക് വന്നതുപോലുള്ള അപകടങ്ങളാണ് വരാൻ പോകുന്നത്. എനിക്കറിയാം എത്രയോ എന്റെ സുഹൃത്തുക്കൾ മുസ്ലിം കുടുംബത്തിൽ പിറന്നവർ, 5 നേരം നിസ്കരിക്കുന്നവർ, സുബഹ് മുതൽ ഈശ വരെ നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ ശബരിമലയിൽ പോകുന്നുണ്ടെന്നറിയാവോ? അവര് ബാബറിനെ കാണാൻ പോകുന്നു, അയ്യപ്പനെ കാണാൻ പോകുന്നു. അവരൊരു മിക്സഡ് വിശ്വാസികളാണ്, ഒരു മിശ്ര വിശ്വാസികളാണ്. അങ്ങനെ പോകുന്ന ഒരുപാട് സെക്യുലറിസ്റ്റുകളായ വിശ്വാസികൾ കേരളത്തിലുണ്ട്. അതുപോലെ ഹിന്ദു നല്ല ഹൈന്ദവ ബോധമുള്ളവരും ആരാധനയിൽ താല്പര്യമുള്ളവരും വാവരുസ്വാമിയുടെ അടുക്ക ചെന്നിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്, അല്ലാതെ പോകുന്നവരുമുണ്ട്. അതിനെ അവർ സ്പ്ലിറ്റ് ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുക ചെയ്തത്. ശബരിമലയിൽ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് സെക്യുലർ സംഭവം ഇടമെന്നുള്ള ഒരു സ്പേസിനെ ഇല്ലാതാക്കാനാണ് പരിശ്രമിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം, ഈ ദോഷങ്ങൾ ഇതിന്റെ ഇടയ്ക്കൂടെ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നല്ല യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം. അതല്ലാതെ ഗവൺമെന്റിന്റെ ചുമതലയിൽ ഇരിക്കുന്ന ശ്രീ പി കെ ഗോപൻ താങ്കൾ പറഞ്ഞത് അത് അതിന്റെ ഒരു രാഷ്ട്രീയ വശമാണ്. ഇവിടെ പറയുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇടവരുത്തിയ സാഹചര്യങ്ങൾ, അതിൽ നിഷ്ക്രിയമായി പോയ ഒരു സംവിധാനം, അതിൽ നോക്കുകുത്തിയായി നിന്ന ഉദ്യോഗസ്ഥർ, അതിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വം, ഈ കാര്യങ്ങളായിരുന്നു നമ്മൾ ചോദിച്ചത്. ഞാനൊരു ഇടവേള എടുക്കുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ അജയ് തറയിലിന്റെ മറുപടി ഉണ്ടാകും. രാഹുൽ ഈശ്വർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അജയ് തറയിൽ, താങ്കളുടെ മറുപടി. അല്ല, ഇവിടെ പറയുന്ന കേട്ടു ദേവസ്വം വിജിലൻസ് ആണ് ഈ താങ്ങുവീടം കണ്ടുപിടിച്ചതെന്ന്. എന്നാ താങ്ങുവീടം കണ്ടുപിടിച്ചത്? 2019 കാണാതെ പോയ താങ്ങുവീടമാണ്. 6 വർഷം കഴിഞ്ഞപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. 2019 കാണാതെ പോയ താങ്ങുവീടം 6 വർഷം കഴിഞ്ഞ് സെപ്റ്റംബർ 2025 സെപ്റ്റംബറിലാണ് കണ്ടുപിടിക്കുന്നത് ദേവസ്വം വിജിലൻസ്. ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് പോലീസ് വിജിലൻസ് പോലുള്ള വിജിലൻസ് അല്ല, അതൊരു അഡ്വൈസറിയാണ്. അന്വേഷിച്ച കാര്യങ്ങളൊക്കെ സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമേ അവർക്കുള്ളൂ, ഒരു കേസെടുക്കാനുള്ള അധികാരം അവർക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് അവകാശവാദം പറയണ്ട. ഇത് കണ്ടുപിടിച്ചത് സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ വന്ന ഈ CCTV പുഡിങ്സിൽ ഈ 2025 സെപ്റ്റംബർ 9 ഈ ക്ലാഡിങ്സ് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ട് ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ്. ഇതിനു മുമ്പ് 2023 ഒരു കേസുണ്ടായിരുന്നു, ആ കേസിനെ കുറിച്ച് ഇവർ കാക്ക് പറയില്ല. അത് രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ വാവരുസ്വാമിയെക്കുറിച്ചൊക്കെ വലിയ ഊറ്റം കൊണ്ട് പറയുന്നത്, വാവരുസ്വാമിയൊക്കെ കേരളത്തിലെ ഹൈന്ദവ ജനങ്ങളും കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സന്നിധാനമാണ്.
ഞാൻ 50 കൊല്ലമായി ശബരിമലയിൽ പോകുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ 4-5 വർഷമായി എല്ലാ മാസവും പോകുന്ന ഒരാളാണ്. വാവര് സ്വാമിയുടെ നടയിൽ പോകുന്ന അപ്പോഴുണ്ടായ ഒരു പുതിയ ബോധമുണ്ടല്ലോ, വിധിയെന്നാള് മുഖ്യമന്ത്രി പറഞ്ഞ ബോധം, ആ ശ്രമിക്കണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ എനിക്ക് പ്രേമേന്ദ്രൻ പറഞ്ഞതിന് എന്താ തെറ്റ്? രഹന തന്നെ പറഞ്ഞില്ലേ എനിക്ക് ബീഫ് ഇഷ്ടമാണെന്ന്, ബിന്ദു അമ്മണി പറഞ്ഞില്ലേ എനിക്ക് ബീഫ് ഇഷ്ടമാണെന്ന്. അല്ലല്ല അങ്ങനെയല്ല എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത്. രഹന ഫാത്തിമയെയും അങ്ങനെയല്ല ശ്രീ അജയ് തറയിൽ. രഹന ഫാത്തിമയെയും ബിന്ദു അമ്മണിയെയും മല ചവിട്ടിച്ചത് ഇവിടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറാട്ടയും വാങ്ങി കൊണ്ടുപോയിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആധികാരികമാണെന്നും അതിനുള്ള അത് ഉത്തമ ബോധ്യത്തിലാണ് പറയുന്നതെന്നുമാണ്. രഹന ഫാത്തിമയും ബിന്ദു അമ്മണിയും ഒരുമിച്ച് മലയിൽ പോയിട്ടില്ല. അതിനുവേണ്ടി ശ്രമം നടത്തിയത് 2 സമയങ്ങളിലാണ്. ബീഫ് കഴിച്ചിട്ടില്ല എന്ന് ബിന്ദു അമ്മണി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പറയട്ടെ എൻ കെ പ്രേമചന്ദ്രൻ, എന്ത് ആധികാരികമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ നിരുത്തരവാദപരമായ ഒരു പരാമർശം നടത്തിയത്? ബീഫ് കഴിക്കില്ല എന്നവർ പറഞ്ഞില്ല. പൊറോട്ട അല്ല കപ്പയാണ് എനിക്കിഷ്ടം, ബീഫ് കഴിക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ 40 ദിവസം വ്രതം എടുത്ത് പോകുന്നവരൊക്കെ ബാക്കി സമയങ്ങളിൽ ബീഫ് കഴിക്കാത്ത ആൾക്കാരല്ലോ. ബീഫ് കഴിക്കാറുണ്ട്. അവര് ശബരിമല പോകാത്തപ്പോൾ ബീഫ് കഴിക്കാറുണ്ട്. അതിനെയൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പറയുന്ന എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? ആര് പറഞ്ഞ വിവരമാണ് അദ്ദേഹം? മാപ്പ് പറയണം. ശ്രീ അജയ് തറയിൽ പറയേണ്ടത് എൻ കെ പ്രേമചന്ദ്രനോട് മാപ്പ് പറയാൻ പറ കേരളത്തോട്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബീഫ് കഴിച്ചിട്ടുള്ള എത്രയോ പേര്, ബീഫ് കഴിക്കുന്നവര് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ശബരിമല പോകുന്നുണ്ട്. അത് അല്ല, പോലീസിന്റെ അകമ്പടി, ഹെൽമെറ്റ് ധരിപ്പിച്ചത് ഒക്കെ ശരി. രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും ബീഫും പൊറാട്ടയും കഴിച്ചാണ് പോയെന്ന് എങ്ങനെയാണ് ശ്രീ അജയ് തറയിൽ പറയുന്നത്? കോടതിയുടെ ഉത്തരവ് കൊണ്ട് അവർ ചെന്നത് കൊണ്ടാ. എങ്ങനെയാണ് പറയുക? രാഹുൽ, you have any points? അവർ അന്ന് കഴിച്ചത് കയറി. ഒരു മിനിറ്റ് രാഹുൽ, ഒരു മിനിറ്റ്. എനിക്ക് പ്രേമേന്ദ്രനും ശരി ഒരു കാര്യം ഗോവിഷ്ണജി, ബിന്ദു അമ്മണിയെ ശാരീരികപരമായി ചില തീവ്ര ഹിന്ദുത്വ സംഘടന ആക്രമിച്ചപ്പോ പബ്ലിക്കലിയും അവരോടും വ്യക്തിപരമായി ക്ഷമ പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. നാളെ ബിന്ദു അമ്മണിയും മാളികപ്പുറത്തമ്മ അമ്മയായി 55 വയസ്സിന് ശേഷം വരികയാണെങ്കിൽ അവിടെ ഈസി ആയിട്ട് പോകാമല്ലോ. അപ്പൊ ഈ വിഷയത്തെ ഓൾറെഡി വൈകാരികമാണ്, നമ്മൾ അതിവൈകാരികമാക്കേണ്ട കാര്യമില്ല. ഇവിടെ ശ്രീ ഗോപൻ സഖാവ് പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. അതായത് ശബരിമലയെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, വിദ്വേഷവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അമ്പലത്തിൽ നിന്ന് കാശെടുത്ത് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളും കൊടുക്കുന്നു എന്ന് കള്ളം പറയുന്നവരുണ്ട്. അത് തെറ്റാണ്. അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസും CPM എല്ലാം ഒരുമിച്ച് യോജിക്കുന്ന പോയിന്റാണ്. ശബരിമലയിൽ വാവരല്ല വാവൂരിനാണെന്ന് കള്ളം പറയുന്നവരുണ്ട്. മുഖ്യമന്ത്രി നല്ല കാര്യം പറഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് മടിയൊന്നും കാണിക്കണ്ട. വെളുത്ത അയ്യപ്പന്റെ എന്താ പറയുക ഏറ്റവും അടുത്ത മറ്റൊരു സുഹൃത്താണ് അർത്തുങ്കൽ, ആലപ്പുഴ അർത്തുങ്കലിലെ ക്രിസ്ത്യാനിയായ വെളുത്ത അല്ലെങ്കിൽ വെളുത്തച്ഛൻ. ഇതൊക്കെ മുഖ്യമന്ത്രി ഹൈലൈറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ അനുകൂലിക്കാൻ നമുക്ക് എന്താ നഷ്ടം? ഞാൻ CPM-നോട് എന്നും എതിരാണ്. പക്ഷേ ഒരാൾ നന്മ പറയുകയാണ്, ബഹുസ്വരത പറയുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ മടി കാണിക്കണ്ട. പിന്നെ ഒരു കാര്യം, നമ്മുടെ ആറ്റുകാൽ അമ്പലം നോക്കൂ, അവിടെ അമ്പലമാണ് ഉത്സവം നടത്തുന്നത്, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയാണ്. ശബരിമലയെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ശബരിമലയിൽ ഗവൺമെന്റും ബാക്കി സംവിധാനങ്ങളുമാണ് ഉത്സവം നടത്തുന്നത്, ഈ അമ്പലക്കാരും മറ്റും ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. നമുക്കൊരു ആറ്റുകാൽ മോഡൽ വേണം, അഥവാ ആറ്റുകാൽ സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ അറിയപ്പെടുന്നത്. വിശ്വാസികൾക്ക് മേൽ പ്രാധാന്യം കിട്ടണം, അല്ലെങ്കിൽ മേൽക്കൈ കിട്ടണം. ഗവൺമെന്റ് കോർപ്പറേഷൻ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്ന സഹായം കണ്ടാൽ പോരായോ? ഇവിടുത്തെ വിശ്വാസികൾക്കെതിരല്ല ഗവൺമെന്റ് എന്ന് മനസ്സിലാക്കാൻ. ഞാൻ ഒരു ചോദ്യം ശ്രീ രാഹുൽ സർക്കാർ വിശ്വാസികൾക്കെതിരാണോ സർക്കാർ വിശ്വാസികൾക്ക് അനുകൂലമാണോ എന്നുള്ളതല്ല. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ് നടന്നിരിക്കുന്നു, ആ കൊടും കൊള്ള സംഭവിച്ചിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മൂക്കിന് താഴെയാണ്. അതിലെ വീഴ്ചയും അതിലെ പോരായ്മകളെയും അതിലെ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നതാണ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നീതിമാന്മാരായ ഉദ്യോഗസ്ഥന്മാരെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ഈ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് ഇനി അന്വേഷണം ചെന്നെത്താൻ പോകുന്നത്, ആരിലേക്കൊക്കെയാണ് ഈ അന്വേഷണം ചെന്നെത്തുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിൽ കോടതി തന്നെ പറഞ്ഞിട്ടുള്ള വിപുലമായ പദ്ധതിയുടെ ചുരുളഴിയാൻ പോകുന്നത്. അതിന് ആ സന്ദർഭങ്ങളിൽ സർക്കാരിനും മറുപടി പറയേണ്ടി വരും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറോട് പൂർത്തിയാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.